ഹലോ വെൽക്കം ടു എജുപോർട്ട്. എല്ലാവർക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. മക്കളെ, ജോഗ്രഫി ഇംപ്രൂവ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അതെങ്ങനെയെന്നല്ലേ, നിങ്ങളിത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പബ്ലിക് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ജോഗ്രഫി അങ്ങനത്തെ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക പരിഗണനയാണ് എന്തെന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചത് തന്നെ PY അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് 2017 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഓരോ ചാപ്റ്ററിലും എന്താണ് ചോദിക്കുന്നത്, ഒരു ചാപ്റ്ററിൽ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം, ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക്, ഞാൻ പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാതെ അത് അവിടെ നിന്നോട്ടെ, മറ്റു ടോപ്പിക്ക് ഞാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ട ചില ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന 100% ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കടാ, ചാപ്റ്റർ 1 ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ, ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയം എന്നുള്ളതിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് വെച്ചാൽ 3 കാര്യങ്ങളാണ് പഠിച്ചു പോകേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ മക്കളെ. ഓക്കെടാ, ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി അല്ലെ, ഭൂമിശാസ്ത്ര ശാഖകൾ. അതിൽ തന്നെ നിങ്ങൾ എന്തായിരിക്കണം, 2 പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. സിസ്റ്റമാറ്റിക് അപ്രോച്ചും അതുപോലെ തന്നെ റീജിയണൽ അപ്രോച്ച്. അപ്പോൾ ഭൂമിശാസ്ത്രം ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഒരു മാക്സിമം, അല്ലെങ്കിൽ ഇതിൽ എന്തായാലും ചോദിക്കുമെന്ന് ഒരു ഉറപ്പുള്ള ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി, ഭൂമിശാസ്ത്ര ശാഖകൾ. അതിൽ തന്നെ 2 സിസ്റ്റമാറ്റിക് അപ്രോച്ച്, വ്യവസ്ഥാപിത സമീപനം അല്ലെങ്കിൽ റീജിയണൽ അപ്രോച്ച്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടും ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നേരിട്ട് തന്നെ ചോദിക്കും, ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു ഷോർട്ട് essay ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്തായിരിക്കണം, ഈ 1ാമത്തെ ചാപ്റ്ററിൽ ഇതാണ് പഠിച്ചുകൊണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ നോക്കാം, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും അല്ലെ, ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത് വെച്ചാൽ, അതിൽ ഏറ്റവും കൂടുതൽ തിയറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ തിയറി ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ തിയറി നിങ്ങൾ പഠിക്കണം, കാരണം തിയറി വെച്ചിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഏർലി തിയറീസിലെ ആദ്യകാല സിദ്ധാന്തങ്ങൾ, അതിൽ തന്നെ നോക്കാം. അടുത്തത് മോഡേൺ തിയറീസ്, ആധുനിക സിദ്ധാന്തങ്ങൾ. അതിൽ തന്നെ കുറച്ച് സിദ്ധാന്തങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബാങ് തിയറി. ആ ബിഗ് ബാങ് തിയറി ഞാൻ ഇതിവിടെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം ബിഗ് ബാങ് തിയറി എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു തിയറി. അപ്പോൾ അതിനുള്ളിലുള്ള തിയറീസ് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ബിഗ് ബാങ് തിയറി. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളുടെ തരങ്ങൾ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളതാണ്, അറേഞ്ച് ദി പ്ലാനറ്റ്സ് ഇൻ ദി സോളാർ സിസ്റ്റം അക്കോർഡിംഗ് ടു ദെയർ ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദി സൺ. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എന്ത് ചെയ്യാൻ, ക്രമമാക്കി എഴുതാൻ, അറേഞ്ച് ചെയ്യാനോ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റി പഠിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ ഇന്റേണൽ പാർട്ടിനെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററിൽ അതിലെന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഭൗമാന്തർ ഭാഗത്തെ സംബന്ധിച്ച വിവര സ്രോതസ്സുകളെ എന്തായിരിക്കാം, 2ആയി തരംതിരിക്കാം. അത് ഏതൊക്കെയായിരുന്നു, ഒന്ന് ഡയറക്റ്റ് സോഴ്സസും ഇൻഡയറക്റ്റ് സോഴ്സസും. അപ്പൊ ഭൂമിയുടെ ഉള്ളറകളെ അല്ലെങ്കിൽ സംബന്ധിച്ച വിവരം സ്രോതസ്സുകളെ അവിടെ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഭൗമാന്തർ ഭാഗം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിൽ ഭാഗം നിന്നും കിട്ടുന്ന സോഴ്സുകളെ എത്രയായിട്ട് തിരിക്കാം, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏതൊക്കെയായിരുന്നു, ഡയറക്റ്റ് സോഴ്സസും ഇൻഡയറക്റ്റ് സോഴ്സസും. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. അതുപോലെ തന്നെ എർത്ത് ക്വക്ക് വേവ്സ്, ഭൂകമ്പ തരംഗങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഭൂകമ്പത്തെ പറ്റിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്, എർത്ത് ക്വക്കിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ദ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഒരു ഘടന, അതും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു പോകണം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം. അല്ലെ, വൻകരകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോണ്ടിനെന്റ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഓഷ്യൻസിനെ പറ്റിയിട്ടും പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ എന്താണ് പഠിച്ചു പോകേണ്ടതെന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണ്ട് എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ദി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, വൻകര വിസ്ഥാപനത്തിന്റെ അനുകൂല തെളിവുകളും അതുപോലെ തന്നെ ഫലക ചലന സിദ്ധാന്തം, ടൈപ്പ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്, വിവിധ തരം ഫലകാതിരുകളും നിങ്ങൾ എന്തായിരിക്കണം ഈ ചാപ്റ്ററിൽ പഠിക്കണം.
അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മിനറൽസ് ആൻഡ് റോക്സ്, ധാതുക്കളും ശിലകളും. ഇതിൽ നിങ്ങൾ ശിലകളെ പറ്റിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവർ ആയിട്ട് വരുന്നതാണ് റോക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ശിലകളെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിനറൽസ്, ഭൗതിക സവിശേഷതകൾ അത് പഠിക്കണം. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്, ശിലകളെ അതിൻ്റെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ടൈപ്സുകളാണ് എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു പോകണം. അതുപോലെ തന്നെ മക്കളെ റോക്ക് സൈക്കിൾ, ശിലാചക്രം ചോദിച്ചിട്ടുള്ളതാണ്. മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദിച്ചത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഓരോ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കുന്നതാണ് ജിയോമോർഫിക് പ്രോസസ് അല്ലെ, രൂപീകരണ പ്രക്രിയകൾ അല്ലെ, അല്ലെങ്കിൽ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയും. അതിലുള്ളതാണ് എക്സോജനിക് പ്രോസസ് എന്ന് വെച്ചാൽ ബാഹ്യ പ്രക്രിയകളും, അതുപോലെ തന്നെ മാസ് മൂവ്മെന്റ്, ശിലാദ്രവ്യ നീക്കം നോക്കണം. അതുപോലെ തന്നെ മണ്ണ് രൂപീകരണ ഘടകങ്ങൾ, ഈ സോയിലിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായിരിക്കണം നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഡീസിലിക്കേഷൻ, സിലിക്ക മുക്തമാക്കൽ അല്ലെങ്കിൽ ഡീസിലിക്കേഷൻ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ഭൂരൂപങ്ങളും അവയുടെ പരിണാമവും. അവയുടെ പരിണാമത്തിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നോക്കേണ്ടത് ലാൻഡ് ഫോംസ് മെയ്ഡ് ബൈ റണ്ണിങ് വാട്ടർ എന്ന് വെച്ചാൽ ഒഴുകുന്ന ജലത്താൽ നിർമ്മിച്ച ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് പഠിച്ചു പോകണം. അതുപോലെ തന്നെ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം സൃഷ്ടിച്ച ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ സബ്മെർജ്ഡ് കോസ്റ്റ്, ഉയർന്നതും പാറക്കെട്ടുള്ളതുമായ തീരം. അതുപോലെ തന്നെ എമർജ്ഡ് കോസ്റ്റ്, താഴ്ന്നതും മൃദുവായ ചരിവോട് കൂടിയതുമായിട്ടുള്ള അവസാദ തീരം എന്ന് പറയട്ടോ. അവസാനമല്ല, അവസാദാണ് കേട്ടോ, മാറിപ്പോയതാണ്, ഞാൻ അല്ല, അവസാദ തീരം. അതിൽ തന്നെ നിങ്ങൾ എന്ത് പഠിക്കണം, അപരതന ഭൂരൂപങ്ങളും നിക്ഷേപിത ഭൂരൂപങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിപ്പോണ്ടതാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അടുത്ത ചാപ്റ്ററിലോട്ട് നോക്കാം നമുക്ക് കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലെ, കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം, സംരചനയും അതുപോലെ തന്നെ സംഘടനയും എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഇത് ചിത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം, ചിത്രവും കൂടി നിങ്ങൾ എന്തായിരിക്കണം അതിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ, മക്കളെ ഇത് നന്നായിട്ട് ചോദിച്ചിട്ടുള്ള കേട്ടോ, ഓസോണിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓസോണിനെ പറ്റിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് ചോദിക്കണം. ഇതിന്റെ ഇടയിൽ ഒക്കെ നിങ്ങൾ വൺ വേർഡ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വൺ വേർഡും കൂടി വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബജറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇതിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത് ഫാക്ടേഴ്സ് കൺട്രോളിങ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, താപവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും അതുപോലെ തന്നെ സോളാർ റേഡിയേഷനും. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കണ്ടൻഷൻ പഠിക്കാണ്ടല്ലേ, അതുപോലെ തന്നെ കൺവെക്ഷൻ പഠിക്കാനുണ്ട് അല്ലേ, നമ്മളെ സംനയവും പിന്നെ അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ അല്ലേ, പിന്നെ അതുപോലെ തന്നെ താപവികിരണം അതൊക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തായിരിക്കണം നിർബന്ധമായിട്ടും പഠിച്ചു നോക്കണം. ഇതിലാണ് കണ്ടക്ഷനും കൺവെക്ഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം നിർബന്ധമായിട്ടും ആ ചാപ്റ്ററിൽ പഠിച്ചു പോകേണ്ടത്. അടുത്ത ചാപ്റ്ററിലാണ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജനറൽ സർക്കുലേഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ പൊതുവായ രക്തചംക്രമണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലെ അന്തരീക്ഷത്തിന്റെ പൊതുവായ രക്തചംക്രമണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എപ്രകാരമാണ് സ്വാധീനിക്കുന്നത്, അവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ സീസണൽ വിൻസ്, കാലികവാദങ്ങൾ നമ്മൾ 10th പഠിച്ചതായിരിക്കും അല്ലേ. 10th രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇൻ ദ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡിലെ നമ്മുടെ കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സീസണൽ വിൻഡ്. അതിനേക്കാൾ കുറച്ച് വൈഡായി പഠിക്കുന്നുള്ളൂ, 10th തന്നെ പഠിക്കുന്നത് +1 പഠിക്കണമെന്നുണ്ട് ഇല്ല. അതുപോലെ തന്നെ പ്രാദേശിക വിൻഡുകൾ അല്ലെങ്കിൽ ലോക്കൽ വിൻഡുകൾ, അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, ഇതൊക്കെ നമ്മൾ 10th പഠിച്ചാണ് കേട്ടോ. മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ് ഒക്കെ നമ്മൾ അല്ലേ, നിങ്ങൾക്ക് 10th ഓർമ്മ വരുന്നുണ്ടാവില്ല, ഇപ്പോൾ SLC ആയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നുണ്ടാവും അല്ലേ. ഓക്കെടാ. നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ജലം അല്ലെ, അന്തരീക്ഷത്തിലെ ജലത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് വെച്ചാൽ ഒന്ന് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെ, ആപേക്ഷിക ആർദ്രത, എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്ലൗഡ്സ്, മേഘങ്ങളുടെ തരങ്ങൾ എന്ത് ചെയ്യാൻ പറയും എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദമാക്കാൻ വേണ്ടി ചോദിക്കും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റെയിൻ, വിവിധ തരം മഴകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കാണ് ഷുവറായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ 100% ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇത്. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാനുള്ളതാണ്
വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയും കാലാവസ്ഥ വ്യതിയാനവും. അതിൽ ചോദിക്കുന്നതാണ് കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇമ്പോർട്ടൻ്റ് ആണ് കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ 10 അതിന്റെ ചെറിയ ഭാഗം പഠിക്കുന്നുണ്ട്. കോസസ് ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങളും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപം. ലിസ്റ്റ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വെച്ചാൽ ഹരിതഗ്രഹ വാതകങ്ങളും നിങ്ങൾ എന്തായിരിക്കണം പട്ടികപ്പെടുത്താൻ വേണ്ടി ചോദിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. നെക്സ്റ്റ് നോക്കാനുള്ളത് വാട്ടർ, ജലം എന്നുള്ളതാണ്. എവിടെ? സമുദ്രങ്ങളിലുള്ള ജലത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. സമുദ്ര ജലത്തെ പറ്റിയിട്ടാണ്. അതിൽ നോക്കേണ്ടത് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, ജലചക്രം എന്നുള്ളത്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എക്സാമിന് ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് സാലിനിറ്റി ഓഫ് ദി ഓഷ്യൻ വാട്ടർ എന്ന് വെച്ചാൽ ലവണത്വം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററാണ് മൂവ്മെന്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ, സമുദ്രജല ചലനങ്ങൾ. അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത്? ഇംപ്രൂവ്മെന്റിന് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങാൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് നോക്കണം എന്ന് വെച്ചാൽ ഈ 3 ടോപ്പിക്കുകളാണ് നോക്കേണ്ടത്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്, തിരമാലകളുടെ സവിശേഷതകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേവ്സിനെ പറ്റിയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, അതും 4 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു വേവ്സിനെ പറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ടൈഡ്സ്, വേലികളുടെ പ്രാധാന്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈഡ്സ് അല്ലെങ്കിൽ വ്യത്യസ്ത തരം വേലിയേറ്റങ്ങളെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ലൈഫ് ഓൺ എർത്ത്, ഭൂമിയിലെ ജീവൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഭൗമ ജീവൻ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ പല ടെക്സ്റ്റ് ബുക്കിലും പല ഹെഡിങ് പേരാണ് ഭൂമിയിലെ ജീവൻ, അങ്ങനെ ആലോചിച്ചാൽ മതി. അതിൽ പഠിക്കേണ്ട ഫാക്ടേഴ്സ് ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയുടെ ഘടകങ്ങൾ ചോദിക്കാറുണ്ട്. ഫുഡ് ചെയിൻ, ഭക്ഷ്യ ശൃംഖല, നൈട്രജൻ സൈക്കിൾ. ഇത് ഏകദേശം നമുക്ക് ബയോളജിയുമായിട്ട് ബന്ധപ്പെടുത്താനാണ്. നിങ്ങൾ 10th 9th പഠിച്ച ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് നന്നായിട്ട് ഫുൾ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളാണ്. നിങ്ങൾക്ക് ഇത് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഈ 3 ടോപ്പിക്കുകളാണ് അതിൽ ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോൺസർവേഷൻ, ജൈവ വൈവിധ്യവും സംരക്ഷണവും. അതിൽ ബയോഡൈവേഴ്സിറ്റി ലെവൽസിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ജൈവ വൈവിധ്യ തലങ്ങളുടെ വർഗീകരണം ചോദിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം. അതുപോലെ തന്നെ എക്സോട്ടിക് സ്പീഷ്യസ്, വൈശിക ജീവജാതി. അതും എന്തായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണല്ലോ നമ്മൾ ജോഗ്രഫി സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ അതെന്ത് ചെയ്യും, പാർട്ട് 1 പാർട്ട് 2 ഒന്നും നോക്കാറില്ല അല്ലേ. 2 ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ പാർട്ട് 2 നമുക്ക് നോക്കാം ഓരോ ചാപ്റ്ററുകളും ഏതൊക്കെയാണെന്ന്. ഒന്ന് ഇന്ത്യ ലൊക്കേഷൻ. ഈ പാർട്ട് 2 നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാപ്പ് ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ 10th നിങ്ങൾ മാപ്പ് ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് നിങ്ങൾക്ക് ഇല്ലാതെ പോയിട്ടില്ലല്ലോ. ഒരു ഇന്ത്യൻ്റെ ഒരു മാപ്പ് തന്നിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും അതിൽ ഹിമാലയം അടയാളപ്പെടുത്താനുണ്ടാവും, അതുപോലെ തന്നെ പ്ലാറ്റ്യൂസ്, പീഠഭൂമികൾ അടയാളപ്പെടുത്താനുണ്ടാവും. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് അടയാളപ്പെടുത്താനുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ റിവറുകൾ അടയാളപ്പെടുത്താനുണ്ടാവും. അതേപോലെ ഇവിടെയും മാപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം മാപ്പ് അടയാളപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ മാപ്പിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് സെക്കൻഡ് പാർട്ടിൽ നിന്ന്. സെക്കൻഡ് പാർട്ടിൽ വെച്ചാൽ ഭാഗം 2 എന്നുള്ള ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇന്ത്യ ലൊക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മാപ്പ് ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യ സ്ഥാനം എന്നുള്ള അതിൽ പഠിക്കേണ്ടത് ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പെനിൻസുലാർ പീഠഭൂമി അല്ലെ, പെനിൻസുലാർ പ്ലാറ്റ്യൂസിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ്യൂസ് പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ വരിക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫിയിലെ ഘടനയും. നമ്മുടെ ഘടന ഉണ്ട് കേട്ടോ മക്കളെ. ഘടനയും അതുപോലെ തന്നെ ഭൂപ്രകൃതിയും അല്ലെ, ഉത്തരേന്ത്യ സമതലങ്ങളെ കുറിച്ച് ഇതിൽ നിന്ന് ഷുവർ ആയിട്ട് ഒരു മാപ്പ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ, 2 സവിശേഷതകൾ എഴുതാൻ പറയും അല്ലെ. ഉത്തരേന്ത്യൻ സമതലങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 2 പ്രധാന ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണെന്നും എന്ത് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സുകളും ഈസ്റ്റേൺ ഗട്ട്സുകളും, പശ്ചിമഘട്ടങ്ങളും അതുപോലെ തന്നെ പൂർവ്വഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ 10th അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് +1 പഠിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു പോകണം. നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റായ ആളുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡ്രൈനേജ് സിസ്റ്റം അല്ലെങ്കിൽ നീരാഴുക്ക വ്യൂഹം എന്ന് പറയട്ടെ. നീരാഴുക്ക വ്യൂഹം അതിൽ പഠിക്കേണ്ടത് ഡ്രൈനേജ് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ
റിവർ റെജിം, നദി നീരാഴ്ചക്ക് ക്രമം, പിന്നെ അതുപോലെ തന്നെ നീർത്തടവും നദീതടവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കാറുണ്ട്. നദിയും അതുപോലെ തന്നെ നീർത്തടവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുടെ സവിശേഷതകൾ ചോദിക്കാറുണ്ട്. ഉപദ്വീപീയ നദികളുടെ സവിശേഷതകളും ഏതിൽ ചോദിക്കാറുണ്ട്? ഈ ഡ്രൈനേജ് സിസ്റ്റത്തിൽ ചോദിക്കാറുണ്ട്. അടുത്തതാണ് മക്കളെ ക്ലൈമറ്റ്, നമ്മുടെ കാലാവസ്ഥയെ പറ്റിയിട്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കേട്ടോ, ഏകദേശം വൺ വേർഡ് ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ക്ലൈമറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ മക്കളെ മൺസൂൺ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് ഇന്ത്യ, മൺസൂണും ഇന്ത്യയിലെ സാമ്പത്തിക ജീവിതം. മൺസൂണെ പറ്റി നമ്മൾ 10th പഠിച്ചതല്ലേ, മൺസൂണെ പറ്റിയിട്ടില്ലേ, മോസം എന്നുള്ള പദത്തിൽ നിന്നാണ് മൺസൂൺ വരുന്നത്, അറബി വേർഡാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ മൺസൂണെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്കണോമിക് ലൈഫ് എങ്ങനെയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ആൻഡ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വെച്ചാൽ പശ്ചിമ അസ്വസ്ഥതകളും അതുപോലെ തന്നെ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ, ഇതും നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് 10th നമ്മുടെ പശ്ചിമ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ സ്വാഭാവിക സസ്യജാലങ്ങൾ, അതിനെ പറ്റി നോക്കാനുള്ളത്. ആ ചാപ്റ്ററിൽ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ വാട്ട് ഡസ് സോഷ്യൽ അഫോറസ്റ്റേഷൻ മീൻ എന്ന് വെച്ചാൽ സാമൂഹിക വനവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാട്ട് ഡസ് ദ സോഷ്യൽ അഫോറസ്റ്റേഷൻ മീൻ, എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സാമൂഹ്യ വനവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് വെച്ചാൽ ജൈവമണ്ഡല റിസർവുകൾ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോറസ്റ്റ് പോളിസിയിലെ വനനയത്തിന്റെ ലക്ഷ്യങ്ങളും ചോദിക്കാറുണ്ട്. അടുത്ത ചാപ്റ്ററാണ് മണ്ണ്. മണ്ണിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഫോർമേഷൻ ഓഫ് സോയിൽ. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന മണ്ണിന്റെ പാഠത്തിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ, മണ്ണിന്റെ വർഗീകരണം. കോസസ് ഓഫ് സോയിൽ ഇറോഷൻ അല്ലെ, മണ്ണൊലിപ്പിനുള്ള കാരണങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ സോയിൽ ഡീഗ്രഡേഷൻ, മണ്ണിന്റെ അപജയം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാപ്റ്ററിൽ പഠിച്ചു പോകാനുള്ളതാണ്. അടുത്ത ചാപ്റ്ററാണ് മക്കളെ, ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ പഠിക്കാനുള്ള നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോട്ട്സ്, വിവിധ തരം വരൾച്ചകൾ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാവും കേട്ടോ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാതാ ഒന്ന്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. സജസ്റ്റ് വേസ് ടു മിറ്റിഗേറ്റ് ലാൻഡ് സ്ലൈഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ലഘൂകരിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുക. ഉരുൾപൊട്ടൽ നിർത്തലാക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോട്ട്സ്, വിവിധ തരം വരൾച്ചകൾ ഏതാന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കണം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ജോഗ്രഫിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത്. ഇത് പഠിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തിരിയാൻ പാടുള്ളൂ, വൺ വേർഡ് ഒക്കെ ഒപ്പിക്കാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ വൺ വേർഡ് വിട്ടുപോകാൻ നോക്കരുത്. ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം, ഇത് എസ്സേയും ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വരുന്നതാണ്, 2 മാർക്കിനൊക്കെ ആയി വരുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കണം, ഓരോ ടോപ്പിക്കുകളും വൃത്തിയായി നോക്കണം. അപ്പോൾ സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഇത് പഠിച്ച് നിങ്ങൾ എന്താ ഹാപ്പിയായി ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ബൈ, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ.